1500 കൊല്ലം കഴിഞ്ഞിട്ട് നീ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചില്ലേ, ഇന്നോവ കണ്ടുപിടിച്ചില്ലേ, ഓടികൾ കണ്ടുപിടിച്ചില്ലേ, BMW കണ്ടുപിടിച്ചില്ലേ? ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടും നിനക്ക് ആ തെങ്ങിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു ഇല്ല, ആ ഈത്തപ്പനെ മരത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു ഇല്ല, ആ പ്ലാവിനെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിഞ്ഞു ഇല്ല, ഏതെങ്കിലും ഒരു മണൽത്തരികളെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിഞ്ഞു ഇല്ല. ഓ മനുഷ്യ, ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യ നീ ദുർബലനാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത് എന്നറിയോ? അബുദാബിയിൽ ഒരു സുഹൃത്തുണ്ട്, തൃശൂർ ജില്ലക്കാരനാണ്. അയാൾ ഒരു ദിവസം എന്നെ പരിചയപ്പെട്ടത് എങ്ങനെയാണ് എന്നറിയോ? അയാൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്തായാലും കാണണം, ഞാൻ അബുദാബിയിലുണ്ട് എന്നറിഞ്ഞപ്പോ വിളിച്ചതാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ബാപ്പന്റെ കൂടെയാണ്, എന്നാലും എനിക്കൊന്ന് കണ്ടിട്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം വേണം. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സമയം കണ്ടെത്തി. കൈ പിടിച്ചിട്ട് ഈ മനുഷ്യൻ എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് തവണ ഫ്ലൈറ്റിൽ കയറിയ ആളാണ്. മാസത്തിൽ 2 തവണ യാത്ര ചെയ്ത മാസങ്ങളുണ്ട്, മാസത്തിൽ 3 തവണ യാത്ര ചെയ്ത മാസങ്ങളുണ്ട്, വർഷത്തിൽ ഒരുപാട് തവണ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ബാപ്പ മരിച്ചുപോയി, അല്ലാഹു അദ്ദേഹത്തിന്റെ ബാപ്പന്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ഈ മനുഷ്യൻ പറയാണ്, കയ്യിൽ യാത്ര ചെയ്യാനുള്ള പൈസ ഉണ്ട് മോനെ, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുണ്ട് മോനെ, അതുപോലെ പോരാ നാട്ടിലേക്ക് പോകാനുള്ള ലീവും കിട്ടാനുണ്ട്, പക്ഷെ നാട്ടിലേക്ക് പോകാൻ ധൈര്യം കിട്ടാനില്ല. ഒക്കെ കയ്യിലുണ്ട്, പക്ഷേ കയ്യിൽ ധൈര്യം കിട്ടാനില്ല, ബാക്കിയൊക്കെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ ധൈര്യം? അപ്പൊ ഇയാൾ പറയാണ്, ഫ്ലൈറ്റ് കയറാൻ ധൈര്യമില്ല, ഫ്ലൈറ്റ് കയറാൻ ധൈര്യമില്ല. ഞാൻ ചോദിച്ചു, ഫ്ലൈറ്റ് കയറാൻ എന്തിനാ ധൈര്യം? അപ്പൊ ഇയാൾ പറയാണ്, ഫ്ലൈറ്റ് കയറുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു, ഒരു സദസ്സിൽ വെച്ച് സംഭാവന ചോദിച്ചപ്പോഴാണ് പരിചയപ്പെട്ടത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോ ഹാജിയാരേത് വിളിച്ചു. അപ്പൊ അയാൾ സദസ്സെന്ന് പറഞ്ഞു, ഞാൻ ഹാജിയായിട്ടില്ല മോനെ. അപ്പൊ ഞാൻ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്, അല്ലാഹ് നീ ഞങ്ങൾക്കും തൗഫീക്ക് നൽകണേ അല്ലാഹ്. എന്താ പോകണ്ടേ? അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിന് പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഫർളിയായ സിയാറത്തിനും റബ്ബി എത്രയും പെട്ടെന്ന് അല്ലാഹു വഴി എളുപ്പമാക്കി തരട്ടെ. അപ്പൊ ദുആ ചെയ്തപ്പോൾ ഇയാൾ പറയാണ്, വേണ്ട മോനെ, എനിക്ക് ഹജ്ജിന് വേണ്ട. ഞാൻ ചോദിച്ചാ എന്തേ? അപ്പൊ ഇയാൾ പറയാണ്, ഫ്ലൈറ്റ് കയറുന്നത് ആലോചിക്കാൻ തന്നെ പറ്റൂല, ഫ്ലൈറ്റ് കയറുന്നത് ആലോചിക്കാൻ തന്നെ പറ്റൂല. ഹജ്ജിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലൊന്ന് എത്തിച്ചേരണമെന്ന ചിന്തയില്ലാത്തത് കൊണ്ടല്ല, മറിച്ചോ ഫ്ലൈറ്റിൽ കയറുന്ന ഭയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ മനസ്സ് വരുന്നില്ല. ല്ലേ യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സാധനം അങ്ങ് പൊന്തിപ്പോയാൽ ഇത് താഴെ എത്തുന്നത് വരെ എന്ത് ധൈര്യമുള്ളത് അല്ലേ? ഇത് താഴെ ഇറങ്ങുന്നത് വരെ എന്ത് ധൈര്യമുള്ളത്? ഇന്ന് എന്നോട് ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഫ്ലൈറ്റിനെ പോലെ പേടിയുള്ള ഒരു വാഹനം എനിക്ക് വേറെ ഇല്ല, അതുകൊണ്ട് ഇറങ്ങുന്നത് വരെ എന്നോട് സംസാരിക്കണം, എന്റെ ശ്രദ്ധ തിരിച്ചു കളയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അപ്പൊ ഫ്ലൈറ്റിൽ കയറിയാൽ ഭയമാണ്, പേടിയാണ്. ഇതിന്റെ പേരിൽ ഫ്ലൈറ്റിൽ കയറാത്ത ആളുകളെ കണ്ടില്ലേ നിങ്ങൾ? പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ധൈര്യം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മനസ്സിന് പേടി തട്ടിപ്പോയപ്പോൾ മനസ്സിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ വളരെ ദുർബലനാണ്, അല്ലേ? വളരെ ദുർബലനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നാട്ടിൽ കൊറോണ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? എന്നാ പിന്നെ അസമയത്ത് ഒരു വേദന വിളിച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? ഇവിടെ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ അസമയത്തൊന്ന് വിളിച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? കേരളത്തിൽ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം, ലോകത്തന്നെ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ലോകം മുഴുക്കെ നേരിട്ടു. നിങ്ങളെ നാട്ടിൽ നേരിട്ടില്ലേ? അല്ലേ? നേരിടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ പണിയെടുത്തു മനുഷ്യൻ. മേപ്പ് വരച്ചു, ഇന്ത്യന്റെ മേപ്പ് പോലും ഇതുവരെ ഇത്ര ആത്മാർത്ഥമായിട്ട് ചിലപ്പം വരച്ചിട്ടുണ്ടാവൂല. അതിനേക്കാളും ചോറിൽ അല്ലേ, കൈ കൊണ്ട് എത്ര അധ്വാനിച്ചിട്ടാണ് ഓരോ രേഖകളും, അതെ ഇതുവരെ യാത്ര ചെയ്ത ഓരോ മേഖലകളും അടയാളപ്പെടുത്തിയിട്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു മേപ്പ് അയാളുടെ ജീവിതത്തിൽ മുന്നേ വരച്ചിട്ടില്ല, ഇനി ജീവിതത്തിൽ കാലത്ത് വരക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമന്ത്രി യാത്ര ചെയ്ത ഒരു മേപ്പ് പോലും ഇതുവരെ അത്ര കൃത്യമായി വരച്ചിട്ടുണ്ടാവൂല. എത്ര കൃത്യമായിട്ട് വരച്ചു, എന്നിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ?
ഈ കൊറോണ എന്ന് പറയുന്ന സാധനം മൂപ്പരെ എത്തിപ്പിടിക്കാൻ എന്തെങ്കിലും ഒരു കുറവുണ്ടായോ? എവിടെ? എന്നാ മൂപ്പരെവിടെ? അല്ലാഹു ആലം. അല്ലേ? എന്തൊക്കെ മറുപടി പറയാനുണ്ടോ മനുഷ്യന്? എവിടെ ഈ കൊറോണ? കിട്ടിയിരുന്നെങ്കിൽ 4 ചവിട്ട് വെച്ച് കൊടുക്കായിരുന്നു അല്ലേ? ഇന്ന് വരെ സാധനം കണ്ടോ? കണ്ണുകൊണ്ട് കാണാൻ മനുഷ്യനെ കഴിഞ്ഞില്ല. ആ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കാണാൻ കണ്ണുകൊണ്ട് കഴിയുന്നത് വേണമെന്നില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, മദ്രസയിൽ നമ്മൾ പഠിച്ചില്ലേ, അടക്കാ പക്ഷിയുടെ വലുപ്പം പോലും ഇല്ലാത്ത ചെറിയ പക്ഷികൾ ആനയെ പോലെയുള്ള വലിയ ജീവികളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയായിരിക്കും പഠിച്ച റബ്ബേ? ആ അടക്കാ പക്ഷിയുടെ വലുപ്പമുള്ള അല്ലെങ്കിൽ ചെറിയ ജീവി ആനനെ പോലും നശിപ്പിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് എന്ന് തോന്നിയോ? മോനെ, അത് അടക്കയുടെ വലുപ്പമെങ്കിലും ഉണ്ടായിരുന്നു അല്ലേ? നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഈ സദസ്സിൽ ഇരിക്കുന്നവർക്കൊക്കെ കൊറോണയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, ഈ സദസ്സിൽ പോലെ മോനെ, ഞാൻ തമാശ പറഞ്ഞതാ. സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് കൊറോണയാണ് എന്ന് പറഞ്ഞാൽ എല്ലാരും പേടിച്ചു പോയില്ലേ? എല്ലാവർക്കും ഭയമായി പോയി. പിന്നെ മുഖം മറക്കുന്നതിന് പേടിയില്ല. ഏത് മുഖാന്നറിയോ? രാവിലെയും വൈകുന്നേരവും 5 നേരം നിസ്കരിക്കാറില്ലേ നീ? ആ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിലേക്ക് നോക്കി അത്ര ആത്മാർത്ഥത ഉണ്ടാകാറില്ല. 5 നേരം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കൂ. ആ നിസ്കാരത്തിൽ സുജൂദ് നോക്കുമ്പോ കിട്ടലുണ്ടോ അത്ര ആത്മാർത്ഥതയില്ല? കണ്ണാടിയിൽ നോക്കിയിട്ട് എത്രയാ നീ മിനുക്കല്, എത്രയാ നീ നന്നാക്കല്, എത്രയാ നീ ജോറാക്കല്. ആ മുഖം നീ ബഹുമാനിച്ച് ആദരിച്ച മുഖല്ലേ? ആ മുഖത്ത് നീ മുഖമൂടി അണിഞ്ഞില്ലേ? മാസ്ക് ധരിച്ചില്ലേ? ധരിക്കൂല എന്ന് പറയാൻ അമേരിക്കയുടെ ഭരണാധികാരിക്ക് കഴിഞ്ഞു. കൊല്ലത്ത് ജീവിക്കുന്ന നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞോ എന്നല്ല ഞാൻ ചോദിച്ചത്. അമേരിക്ക ഭരിക്കുന്ന ഭരണാധികാരിക്ക് കഴിഞ്ഞു, ജപ്പാന് ഭരിക്കുന്ന ഭരണാധികാരിക്ക് കഴിഞ്ഞു. എന്തിലധികം പറയാനാ? ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയാതെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ചൈനക്കാരന് കഴിഞ്ഞു. വലിയ സൈനിക ശക്തിയുള്ള ഭരണാധികാരികളാ ഞങ്ങൾ എന്ന് പറയുന്ന പല രാജ്യങ്ങൾക്കും കഴിഞ്ഞു. എല്ലാ സൈന്യങ്ങളും തോറ്റുപോയി, സർവ സന്നാഹങ്ങളും തോറ്റുപോയി. പീരങ്കിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, തോക്കുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അതേ റോക്കറ്റുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, യുദ്ധായുധങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാ ഞാൻ പറഞ്ഞത്? വേറൊരു ഭരണാധികാരിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, മറ്റൊരു സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ഒറ്റ നോട്ടത്തിൽ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ നീ അംഗീകരിക്കുന്നില്ലേ? ആ കൊറോണ എന്ന് പറയുന്ന ജീവി ലോകത്തെ മുഴുക്കെ അടക്കി ഭരിച്ചില്ലേ? മനുഷ്യ, നിന്റെ ലോകം എത്രയാണ്, നിന്റെ ദൗർബല്യം എത്രയാണ്? ഇനി എന്തിലധികം പറയാനാ? അല്ലേ? ഇനി എന്തിലധികം പറയാനാ? ഭയങ്കരാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ? ഭയങ്കര ജോറാണ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചപ്പോൾ വായിക്കാൻ കിട്ടുന്നില്ല അല്ലേ? രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചപ്പോൾ വായിക്കാൻ കിട്ടുന്നില്ല. എന്തേ പത്രം വായിച്ചിട്ട് കിട്ടാത്തത്? ഇന്നലെ രാത്രിയിൽ ഉറങ്ങുമ്പോ ഞാൻ വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ടല്ലോ, ഒരു തകരാറുമില്ലല്ലോ. ഇപ്പൊ വായിച്ചു നോക്കുമ്പോ കിട്ടുന്നില്ല. അപ്പൊ ആ മുഖത്തൊന്ന് കൈകൊണ്ട് തടവി നോക്കിയത്, കണ്ണട ഇല്ല അല്ലേ? അതുകൊണ്ടാ വായിക്കാൻ കിട്ടാത്തത്. എന്നാ ഇന്നലെ സ്വപ്നത്തിൽ വായിക്കുമ്പോ കണ്ണട ഉണ്ടായിരുന്നോ? എത്ര ജോറിലാ മോനെ നീ വായിച്ചത് പത്രം? ആ പത്രം വായിക്കുമ്പോ നീ കണ്ണട നോക്കി നടന്നോ? ഇല്ല. കണ്ണട നോക്കി നടന്നോ? ഇല്ല. മറിച്ചോ സ്വപ്നത്തിൽ വളരെ ജോറിൽ നീ വായിച്ചില്ലേ? എത്ര ജോറിലാ നീ വായിച്ചത്? ആ സ്വപ്നത്തിൽ നിന്റെ പിന്നാലൊരു നായോടിയില്ലേ? ആ നായോടിയപ്പോ നീ എത്രയാ പേടിച്ചത്? മനുഷ്യൻ ഭയങ്കര ജോറാണെന്ന് പറയുന്നത്. IT യുഗം ഭയങ്കര പുരോഗമിച്ചു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന, IT യുഗം പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ IT യുഗത്തിന് വേണ്ടി ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന, ഏറ്റവും വലിയ മുതലാളിമാര്, വലിയ ജോലിക്കാര്, ഗൂഗിള് എന്ന് പറയുന്ന IT യുഗത്തിലില്ലേ, ഗൂഗിളില്ലേ, വിൻഡോസില്ലേ തുടങ്ങി ഇതുപോലെയുള്ള കമ്പനികള്, വലിയ വലിയ തസ്തികയില് ജോലി ചെയ്യുന്ന ആളുകള്, ഭയങ്കര IT-യിൽ പുരോഗതിയുള്ള ആളുകളാ. അവര് സ്വപ്നം കാണുമ്പോ IT യുഗത്തിൽ അവരിങ്ങനെ സ്വപ്നത്തിൽ മനസ്സിലാക്കുകയാണ്, ഇത് സ്വപ്നാണ്, അതുകൊണ്ട് പേടിക്കണ്ടില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാണിച്ചു നിങ്ങള്,
ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ കാണിച്ചു തരോ? സ്വപ്നത്തിൽ ഇങ്ങനെ കാണുമ്പോ ഇത് സ്വപ്നാണ് എന്ന് വേർതിരിച്ചതിന്റെ പേരിൽ അയാൾ ഭയങ്കര ജോറനായതുകൊണ്ട് അയാൾ സ്വപ്നത്തെ വേർതിരിക്കുകയാണ്, പേടിക്കാതിരിക്കുകയാണ്. ഇല്ല മോനെ, സ്വപ്നത്തിൽ ഏത് IT യുഗം അറിയുന്നവനായാലും, എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും, എത്ര വലിയ ഭരണാധികാരിയായാലും പേടിച്ചു പോയല്ലേ, വെപ്രാളപ്പെട്ടു പോയല്ലേ, കൂക്കി വിളിച്ചു പോയല്ലേ, അട്ടഹസിച്ചു പോയല്ലേ. എന്താ കാരണമെന്നറിയോ? നിന്റെ ദൗർബല്യമാണ്, മനുഷ്യന്റെ ദൗർബല്യമാണ്. എന്താണ് മനുഷ്യന്റെ ദൗർബല്യം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനുഷ്യൻ എവിടെയാണ് പൂർണ്ണനാണ് എന്ന് പറയാൻ ധൈര്യമുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, സ്വപ്നത്തിൽ വായിക്കുമ്പോൾ കണ്ണട വേണ്ടായിരുന്നു, യാഥാർത്ഥ്യത്തിൽ വായിച്ചു നോക്കുമ്പോ പേപ്പർ വായിക്കാൻ കഴിയുന്നില്ല, കണ്ണടയില്ലാതെ കഴിയുന്നില്ല. ഇനി നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങളുടെ നാട്ടിലുണ്ടാകലുണ്ടോന്ന് എനിക്കറിയില്ല. ചില ഉപ്പാപ്പാരുണ്ട്, കണ്ണട കാണാഞ്ഞിട്ട് ഭാര്യനോട് വേർപ്പിടിക്കും. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ഭാര്യനോട് വേർപ്പിടിക്കുന്ന ഭർത്താക്കന്മാരെന്നല്ലോ ഉസ്താദേ. അങ്ങനെ ആവട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്റെ ആമീൻ പറയാൻ വല്ലാത്തൊരു പേടി. പഠിച്ചോനെ, ആമീൻ പറഞ്ഞാൽ പിന്നെ ഓളോടും ചൂടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അള്ളാഹു തആല നല്ല ഭാര്യമാരോട് നല്ല ഹുസ്നുൽ ഖുൽഖുള്ള ഭർത്താക്കന്മാരായി നമ്മളെല്ലാരെയും അള്ളാഹു തആല ആക്കി തരട്ടെ. ചിലര് മനസ്സിലാക്കിയത് ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തും പറയാ, എങ്ങനെയും കൈകാര്യം ചെയ്യാം, അതേതായാലും എവിടെയും പോകില്ല, അതിപ്പോ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാതാ. അങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഇരിക്കട്ടെ, കണ്ണട കാണാത്തതിന്റെ പേരിൽ ഭാര്യനോട് ചൂടാകാണ്. എവിടെ എന്റെ കണ്ണട? നീയാണ് വെച്ചത് ഇതൊക്കെ പറഞ്ഞ ഭാര്യനോട് വേർപ്പിടിക്കുമ്പോ ഭാര്യ പറയാണ്, കണ്ണട വെച്ചിട്ടുണ്ടല്ലേ എന്നോട് ചൂടാകുന്നത്, ഒന്ന് മൂത്തക്കും തൊട്ട് നോക്കിക്കൂടായിരുന്നു അല്ലേ? അനുഭവപ്പെട്ടിട്ടില്ലേ ജീവിതത്തിൽ? കണ്ണട വെച്ചത് നിനക്ക് ഓർമ്മയില്ല. എവിടെ? സ്വന്തം മൂക്കിന്റെ മേലെ കണ്ണട ഉണ്ടായിട്ട് കണ്ണട നോക്കി നടക്കുകയാണ്. കീശയിൽ വെച്ച സാധനം കാണുന്നില്ല എന്നാ പറയുന്നത്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോ കീശയുടെ അടിഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ലേ? അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഖുലിഖൽ ഇൻസാനു ലഈഫാ. യാഥാർത്ഥ്യത്തെക്കാൾ മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വപ്നത്തെ ഭയപ്പെടുകയാണ്. ഇനി എന്ത് പറയാനാ മനുഷ്യന്റെ ദൗർബല്യം അല്ലേ? സ്വപ്നം ഉണ്ടാകില്ലേ നിങ്ങളെ നാട്ടില്? ഇല്ലേ? ഇവിടെ സ്വപ്നം കാണല്ലേ? ഇല്ലേ? എന്നാ ഒരു ബിസ്മി അലിക്കോളെ, എന്നാ ഇന്ന് മുതൽ എല്ലാവർക്കും കാണാം. സ്വപ്നം കാണില്ലേ? ഉണ്ട്, സ്വപ്നം കാണലുണ്ട്. നല്ല ചായ കിട്ടിയപ്പോ പിന്നെ എന്ത് സ്വപ്നം ഇല്ലാരെ, ചായ പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കണം. ഖുർആനിൽ അല്ലാഹു തആല ഒരാൾക്ക് ഒരു ഹൃദയം കൊടുക്കുള്ളൂ. ഒരേ സമയം രണ്ട് കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. മനുഷ്യൻ ദുർബലനാണ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ മനുഷ്യൻ ഭയങ്കര ദുർബലനാണ്. ഒരേ സമയം ചായന്റെ രുചിയും അതോടൊപ്പം മൊയിലാരെ പ്രസംഗവും ഒരേ സമയം രുചിക്കാൻ ചിലപ്പോൾ മനുഷ്യന് കഴിയൂല. അതുകൊണ്ട് പെട്ടെന്ന് കുടിച്ച് ഒഴിവാക്കണം. അപ്പൊ ഇരിക്കട്ടെ, യാഥാർത്ഥ്യത്തെക്കാൾ സ്വപ്നത്തെ ഇഷ്ടപ്പെടുകയും സ്വപ്നത്തെ താല്പര്യപ്പെടുകയും സ്വപ്നത്തെ വെറുക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, ഇത് തന്നെ പോരെ മനുഷ്യൻ ദുർബലനാണ് എന്ന് പറയാൻ? അപ്പൊ ഇത് അറിയുന്ന സിദ്ധാവായ അല്ലാഹ്, മനുഷ്യന്റെ ദൗർബല്യത്തെ കുറിച്ച് ഏറ്റവും അറിയുന്ന റബ്ബാണ് അല്ലാഹ്. ആ റബ്ബിന് മനുഷ്യന്റെ ദൗർബല്യത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ മനുഷ്യനോട് ഭയങ്കര കാരുണ്യമാണ്. എത്ര ചോദിച്ചാലും അവന് മടുപ്പില്ല, എത്ര ചോദിച്ചാലും അവന് വെറുപ്പില്ല. അവന്റെ അറിവിലേക്ക് വെച്ച് നോക്കിയാൽ മനുഷ്യ, നിന്റെ അറിവിനെ കുറിച്ച് പറയാൻ തന്നെ ഇല്ല. അതാണ് മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനോട് അല്ലാഹ് ചോദിച്ചു, അല്ല ഈസാ നബിയെ, നിങ്ങളെയും നിങ്ങളെ ഉമ്മാനെയും ആരാധിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈസാ നബിയെ? അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല സുബ്ഹാനക അല്ലാഹ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ അങ്ങനെ പറയുമോ അല്ലാഹ്? ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ എന്ത് പറഞ്ഞാലും അറിയാൻ കഴിയുന്ന റബ്ബല്ലേ നീ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളില്ല. ബാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, സ്വന്തം ഭാര്യ അറിയില്ല, ഭർത്താവ് അറിയില്ല, മക്കളറിയില്ല, ബാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, സഹപാഠികൾ അറിയില്ല, സഹചാരികൾ അറിയില്ല, സഹപ്രവർത്തകർ അറിയില്ല, എന്തിലധികം പറയാനാ കൂടെ കിടന്ന എണ പോലും അറിയില്ല. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് സ്വന്തം ഭാര്യന്റെ മുന്നിലും ഭർത്താവിന്റെ മുന്നിലും മറച്ചു വെച്ച് ജീവിച്ചവനാണെങ്കിൽ പോലും
ആ റബ്ബിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ ഒരു നിർവാഹവുമില്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്ന റബ്ബാണ് അല്ലാഹ്. അവൻ അറിയാത്തതില്ല, കാണാത്തതില്ല. അതുകൊണ്ട് തന്നെ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറയാണ്, മാ യകൂനു ലീ അൻ അഖൂലു മാ ലൈസ ലീ ബിഹഖ്. അല്ലാഹ്, എനിക്ക് നീ അനുവദിച്ചതല്ലാതെ എന്റെ ഹക്കിൽപ്പെട്ടതല്ലാതെ നീ പൊരുത്തപ്പെടാത്തതൊന്നും ഞാൻ പറയൂല, പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞാലോ നീ അറിയാത്തതില്ല. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക. എന്റെ ഹൃദയത്തിൽ എന്തുണ്ടോ അതറിയുന്ന റബ്ബാണ് നീ. അതേ സ്ഥാനത്ത് നിന്റെ അടുക്കൽ എന്ത് കരുത്തുണ്ടോ, എന്ത് തീരുമാനമുണ്ടോ, എന്ത് ഖദറുണ്ടോ, അടിമയായ ഈ പ്രവാചകന് പറയാൻ അറിയൂല. നീ എല്ലാം അറിയുന്നവനാണ്. ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്. സിട്ടാവായ അല്ലാഹ്, ഒരു കണ്ണും കാണാത്ത, ഒരു കണ്ണും അറിയാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ കഴിയാത്ത, എല്ലാം മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അറിയുന്ന റബ്ബാണല്ലോ നീ. ഞാൻ വെറും അടിമ മാത്രമാണ് അല്ലാഹ്, നീ ഉടമയാണ് അല്ലാഹ്. സിട്ടാവായ റബ്ബിന്റെ അറിവിന്റെ മുന്നിൽ, ഓ എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ, നമ്മുടെ അറിവൊരിക്കലും പരിപൂർണമല്ല, നമ്മുടെ ചിന്ത ഒരിക്കലും പരിപൂർണമല്ല. മനുഷ്യന് ചിലപ്പോ തോന്നാണ് നമ്മളതാ IT യുഗത്തിൽ ഒരുപാട് പുരോഗമിച്ചില്ലേ, ഇനിയെല്ലാം മാറ്റിക്കളയാം. ചില ആളുകൾ പറയാണ് വയലിന്റെ സദസ്സിൽ ഇനി മരണവും അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയേണ്ടത്, പിന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറയണം, മരണത്തെ കുറിച്ചൊന്നല്ല ജനങ്ങളോട് പറയേണ്ടത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും മനുഷ്യൻ തുടങ്ങിയില്ലേ? മനുഷ്യൻ ഈമാനിന്റെ വഴികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ദഹബ്, സ്വർണം. നിങ്ങളുടെ നാട്ടിലുണ്ടോ സ്വർണം? ഇല്ലേ? നിങ്ങളെ കൊല്ലം ജില്ലയിൽ സ്വർണ്ണം ഇല്ലേ? ഉണ്ടോ? സ്വർണ്ണം എങ്ങനെയാ? കറുത്തിട്ടല്ലേ? അല്ല, വെളുത്തിട്ടല്ലേ? വെളുത്ത പൊന്നില്ലേ? വെളുത്ത പൊന്നില്ലേ? ഉണ്ടോ? വെളുത്ത സ്വർണ്ണം ഉണ്ടോ? ആ സ്വർണം നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭയങ്കര വിലപിടിപ്പുള്ള സാധനമാണ് എന്ന് പറയും. എന്നാ അതിന് അറബിയിൽ എന്താ പറയാ? ദഹബ് അല്ലേ? ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ പറയും ദഹബ് എന്നാ പറയാ. എന്താ ദഹബ്? ദഹബ് തന്നെ അതിഹാവിനുള്ളതാണ് എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. അതൊരിക്കലും നിലനിൽക്കാനുള്ളതല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളെ ഉമ്മാമ്മമാരെ പൊന്ന് നിങ്ങളെ കയ്യിലെത്തിയിട്ടില്ലേ? ഉപ്പാപ്പമാരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങൾ കയ്യിലെത്തിയിട്ടില്ലേ? അതുപോലെ മുൻഗാമികളെ സ്വർണം ഇപ്പോഴും ഇങ്ങനെ ഉരുക്കിയിട്ട് മാറ്റി ഉപയോഗിക്കുന്നില്ലേ? സ്വർണം അവിടെ ബാക്കിയാണ്, പക്ഷേ മനുഷ്യനത് ഉപയോഗിക്കാൻ ലിമിറ്റേഷനാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കൻസും മിനദ് ദുനിയാ, ദുനിയാവിലുള്ള ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണാണ്, വെള്ളിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? ഒരിക്കലും അല്ല. യഥാർത്ഥത്തിൽ സ്വർണത്തിനല്ല വില. സ്വർണത്തിന്റെ വില മരണം വരെ പറയാനുള്ളൂ, അല്ലേ? സ്വർണത്തിന്റെ വില മരണം വരെ പറയാനുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വർണം കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? മരിച്ചവന്റെ കഴുത്തിൽ കുറെ സ്വർണം ചാർത്തിയത് കൊണ്ട് കാര്യമുള്ളോ? മരിച്ചവന്റെ കയ്യിൽ കുറെ സ്വർണം ധരിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മനുഷ്യനതയെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കാലിൽ സ്വർണം ധരിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഇല്ല. സ്വർണവും അതുപോലെയുള്ള വെള്ളിയുമൊക്കെ ഭൗതിക ലോകത്തിന്റെ പ്രൗഢികളിൽ കാണിക്കാനുള്ളതാണ്. എന്നാൽ മരണത്തിന്റെ ശേഷം അതുകൊണ്ട് ഉപയോഗം പറയാനില്ല. അത് ആഖിറത്തിന് വേണ്ടി ചെലവഴിച്ചാലല്ലാതെ, ആഖിറത്തിലേക്ക് സമ്പത്തായി മാറ്റിവെച്ചാലല്ലാതെ അത് മനുഷ്യന് ഉപയോഗപ്പെട്ടു എന്ന് പറയാനില്ല.
ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ സ്വർണമോ വെള്ളിയോ അതുപോലെയുള്ള നിധികളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ഒരിക്കലും അതാണ് നിലനിൽക്കുന്ന നിധി എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. അത് നിലനിൽക്കുന്ന നിധിയെ അല്ല. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന നിധി എന്താണ് എന്നറിയോ? അതെ, നല്ല ശുക്റുള്ള ഖൽബാണ്. ആർക്ക് ശുക്റുള്ള ഖൽബാണ് എന്നറിയോ? ലോകസിട്ടാവായ അല്ലാഹ്, ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബിന് ശുക്ർ ചെയ്യുന്ന ഹൃദയമുണ്ടോ? ആ റബ്ബിന് നന്ദി ചെയ്യുന്ന ഹൃദയമുണ്ടോ? ആ റബ്ബിന് നന്ദി ചെയ്യാനുള്ള മനസ്സുണ്ടോ? അതല്ലാത്ത ഒന്നും നിലനിൽക്കുന്നതേ അല്ല. അതുകൊണ്ടാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ കേട്ടില്ലേ നിങ്ങൾ? വഅസ്അലുക ഖൽബൻ സലീമാ, എന്നും സലീമായ ഹൃദയത്തെ തരണേ അല്ലാഹ്. എന്നും രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹൃദയത്തെ തരണേ അല്ലാഹ്. നിലനിൽക്കുന്ന ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്ന, നിലനിൽക്കുന്ന പാരത്രിക ലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ പ്രേരണ നൽകുന്ന ഹൃദയത്തെ നീ നൽകണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആകളിൽ അതേ ഹൃദയത്തെ നിലനിർത്തി കിട്ടാൻ, ഈമാനിന്റെ വഴിയിൽ ഉറച്ചു കിട്ടാൻ, റബ്ബിന് നന്ദി ചെയ്യുന്ന വഴിയിൽ ഉറച്ചു കിട്ടാൻ, ഹൃദയത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയതായി അതേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലയോ? ആ ദുആഇന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന റബ്ബാണ്. നിന്റെ മുന്നിൽ ഒരു രഹസ്യവുമില്ല, എല്ലാം നിന്റെ മുന്നിൽ പരസ്യമാണ് അല്ലാഹ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ നീ നന്നാക്കി തരേണ്ടത്. ജനങ്ങളെ മുന്നിൽ ഞാൻ നല്ലത് നടിച്ചത് കൊണ്ടോ, ജനങ്ങളെ മുന്നിൽ നല്ലവനായത് കൊണ്ടോ, ജനങ്ങളെ മുന്നിൽ ഭയങ്കരനായത് കൊണ്ടോ, ജനങ്ങളെ മുന്നിൽ ഭയങ്കര സ്വാലിഹായത് കൊണ്ടോ രക്ഷപ്പെടാൻ നിർവാഹമില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് അടുത്തു വന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഓ മുഅ്മിനായ മനുഷ്യ, നീ വെറും ദുർബലനായ മനുഷ്യനാണ്. നീ ഒരിക്കലും ഞാൻ ഭയങ്കരനാണ് എന്ന് ചിന്തിക്കാൻ നിർവാഹമില്ല. നീ തികഞ്ഞവനാണ് എന്ന് ആലോചിക്കാനുള്ള വകുപ്പില്ല. ഞാൻ പരിപൂർണനാണ് എന്ന് ആലോചിക്കാനുള്ള നിർവാഹമില്ല. നീ പരിപൂർണനാകണോ, തികഞ്ഞവനാകണോ, മഹത്വമുള്ളവനാകണോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നോളൂ. ഓ എന്റെ വയലുകൾ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് എന്നോട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, രക്ഷപ്പെടാനുള്ള വഴി വേണോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല. ആരോടും പകയില്ലാത്ത ഹൃദയം വേണം, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം വേണം. ഏത് കുറ്റം പറയുന്നവനോടും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണം. ഏത് ഇകഴ്ത്തിയവനോടും പുഞ്ചിരിക്കാനുള്ള മനസ്സ് വേണം. ഏത് തരം താഴ്ത്തിയവനോടും മുഖത്ത് നോക്കിയിട്ട് സന്തോഷം പറയാൻ കഴിയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വല്ലാത്തൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരാണ്, അതൊരു ജോലിയാണ്, അത് ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. എന്തിനാ ട്രോൾ ചെയ്യുന്നത് എന്നറിയോ? മറ്റുള്ളവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകള് അത് ട്രോൾ ചെയ്യാണ്. മറ്റുള്ളവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോരായ്മകള് അത് ജനങ്ങളെ മുന്നിൽ എടുത്തിട്ടിട്ട് ഇങ്ങനെ അവനെ വഷളാക്കാണ്, അവനെ കുറവാക്കാണ്. അത് ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് അത് ജോലി എടുത്തിട്ട് യൂട്യൂബിൽ കുറെ ആള് ലൈക്ക് അടിച്ചപ്പോ, കുറെ വ്യൂസിനെ കിട്ടിയപ്പോ, കുറെ സബ്സ്ക്രൈബ്സിനെ കിട്ടിയപ്പോ ഞാൻ ഭയങ്കര ജോറാണ് എന്നുള്ള ചിന്ത വന്നുപോയി അല്ലേ? ഞാൻ തികഞ്ഞവനാണ് എന്നുള്ള ചിന്ത വന്നുപോയി അല്ലേ? ഞാൻ വേണ്ടതുപോലെ ആയിപ്പോയി എന്നുള്ള തോന്നൽ വന്നുപോയി അല്ലേ? നീ
നല്ലവനായതുകൊണ്ടല്ല, നിന്റെ പ്രവൃത്തി നല്ലതായതുകൊണ്ടല്ല, നിന്റെ മനസ്സ് നന്നായതുകൊണ്ടല്ല. മറിച്ചോ ട്രോൾ ചെയ്യപ്പോൾ കുറെ ആള് ലൈക്ക് അടിച്ചത് എന്തിനാണ് എന്നറിയോ? കുറെ ഫോളോവേഴ്സ് നിന്റെ കൂടെ കൂടിയത് എന്തിനാണ് എന്നറിയോ? കുറെ സബ്സ്ക്രൈബ്സ് കൂടെ വന്നത് എന്തിനാണ് എന്നറിയോ? തഖ്വ ചെയ്യാൻ ആളില്ലാതെ ആയതുകൊണ്ട്. ഗീബത്ത് പറയൽ പുണ്യാണ് എന്ന് വിചാരിക്കുന്ന സമൂഹമായി പോയി. മറ്റുള്ളവനെ ഈകയത്തുമ്പോൾ അത് കേൾക്കല് രസാണ് എന്ന് ചിന്തിക്കുന്ന സമൂഹം വന്നപ്പോ, മറ്റുള്ളവനെ കുറവാക്കി കാണിക്കുന്നത് കാണുമ്പോ അത് കണ്ടിട്ട് ചിരിക്കാനുള്ള ആളുകളെ കിട്ടിയപ്പോ നിനക്ക് തോന്നിപ്പോയി അല്ലേ നീ ഭയങ്കര ജോറനായി പോയി. എന്നാ അറിയണോ, നീ ചെയ്തത് തെറ്റാൻ, മറ്റുള്ളവനെ കാണിച്ചത് തെറ്റാൻ, മറ്റുള്ളവന്റെ മുമ്പിൽ കുറവാക്കിയത് തെറ്റാണ്. ഇപ്പോ ചില ആളുകൾ പരസ്യമായി ഉപദേശിക്കുകയാണ്. എവിടെ? യൂട്യൂബിൽ. എന്ത്? അവന്റെ തിന്മകൾ ഇങ്ങനെ എടുത്തു പറയാ, അല്ലെങ്കിൽ പോരായ്മകൾ ഇങ്ങനെ എടുത്തു പറയാ, എന്നിട്ട് ആ പോരായ്മകൾ ഇങ്ങനെ കാണിച്ചിട്ട് അവനെങ്ങനെ കുറവാക്കുകയാണ്. എന്നിട്ട് അതിനേക്കാളും ജോറാണിവെന്ന് പറഞ്ഞിട്ട് പുതിയൊരാളെ കൊണ്ടുവരികയാണ്. ഓ മുസ്ലിമേ, ആരെ വഞ്ചിക്കാനാണ്? ആരാണ് ഇവിടെ തികഞ്ഞവനുള്ളത്? ആരാ ഇവിടെ തികഞ്ഞവരായി പറയാനുള്ളത്? തികഞ്ഞവരായി ലോകത്ത് ഒരേ ഒരു സിട്ടിയേ ഉള്ളൂ, അത് അക്മലുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. വിശ്വാസികളൊന്നും അടുത്ത് വന്നു. ആരെക്കുറിച്ചാ നമ്മൾ പറഞ്ഞത്? അക്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സലാത്ത് ചൊല്ലിയാലും മതിയാകൂല, എത്ര ഇഷ്ടപ്പെട്ടാലും മതിയാകൂല, എത്ര മഹത്വം പറഞ്ഞാലും മതിയാകൂല, എത്ര തന്നെ അവിടുത്തെ മഹത്വം എഴുതിയാലും തീരൂല, പറഞ്ഞാലും തീരൂല, അവതരിപ്പിച്ചാലും തീരൂല. അക്മലുൽ ഖൽഖാന ഞാൻ പറഞ്ഞത്. ഒരു പോരായ്മയുമില്ലാത്ത നിലക്ക് പടക്കപ്പെട്ട നേതാവ്, ഒരു നിലക്കും വീഴ്ചകൾ പറയാനില്ലാത്ത നേതാവ്. ഏതെങ്കിലും പുത്തൻവാദികൾ പറഞ്ഞതുപോലെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയ നേതാവാണോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവാകുന്ന നമ്മുടെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ് എന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയാണ്, അവിടുത്തെ ജീവിതത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല, അവിടുത്തെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. മാ ളല്ല സാഹിബുക്കും വമാ ഗവാ, അവിടുത്തെ ജീവിതത്തിൽ പിഴവുകൾ വന്നിട്ടേ ഇല്ല. ആരാ പറയുന്നത്? ഞാനാണോ? അല്ല. അല്ലെങ്കിൽ എന്റെ ഉസ്താദുമാരാണോ? അല്ല. ഇന്നത്തെ കാലത്ത് ജീവിച്ച ഏതെങ്കിലും അത് അലിമീങ്ങളാണോ? അല്ല. ഏതെങ്കിലും ഇമാമീങ്ങൾ എഴുതി വെച്ചതാണോ? അല്ല. അള്ളാന്റെ ഖുർആൻ, അള്ളാന്റെ കലാമാകുന്ന ഖുർആനിൽ അല്ല പറയാണ്, മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. ഹബീബായ നബിയേ, അങ്ങയുടെ ജീവിതത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. മുസ്ലിമേ, നീ ഒരു മുസ്ലിമിന് അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ പിഴവ് പറ്റിയെന്ന് വിശ്വസിക്കാൻ നിർവാഹമുണ്ടോ? എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇല്ല. കാരണം അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞതാണെങ്കിൽ രണ്ടഭിപ്രായം ഉണ്ടോ എന്ന് നോക്കാമായിരുന്നു. ഖുർആനാ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞാൽ പിന്നെ രണ്ടഭിപ്രായം നോക്കേണ്ടതില്ല. മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ. അവിടുന്ന് ഒരു വാക്ക് പോലും സ്വന്തം ഇഷ്ടം പറയാറില്ല, സ്വയ താല്പര്യത്തിന് പ്രവർത്തിക്കാറില്ല, സ്വയം താല്പര്യത്തിന് വേണ്ടി പറയാറില്ല. ഇത് യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിമിന്റെ വിശ്വാസമാണ്, ഖുർആനിന്റെ വിശ്വാസമാണ്. അക്മലുൽ ഖൽഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന നേതാവിന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മോശം എന്താണ്? അതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈകഴ്ത്താൻ പറയേണ്ട വാക്കെന്താണ്? അവിടുത്തെ കുറവാക്കി കാണിക്കാൻ പറയേണ്ട വാക്കേതാണ്? ഹറാമ് ചെയ്യരുത് എന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചെയ്യുന്നു. അംഗീകരിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് ആ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പിൽക്കാലത്ത് ഇത്തരം പുത്തൻവാദികൾ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഖുർആൻ പറയാണ്, ഒരു നിലക്കുള്ള തെറ്റും അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. ആ നിലക്ക് അക്മലുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, നീ ഞങ്ങൾക്കും കാണാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ.
ഞങ്ങൾക്കും അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മക്കളാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാരെ കാണുമ്പോ നമ്മളെ മനസ്സിന് വലിയ സന്തോഷാണ്. അവരെ കൂടെ ഇരിക്കുമ്പോ മനസ്സിന് സമാധാനാണ്. അവരോട് സംസാരിക്കുമ്പോ മനസ്സിന് കുളിർമയാണ്. എന്താ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഇഷ്ടപ്പെടുമ്പോഴും അവരെ താല്പര്യം കൊണ്ട് തന്നെ അവരോടൊപ്പം ഇരിക്കുമ്പോ മനസ്സിനൊരു സമാധാനമാണ്. അവരോട് സംസാരിക്കുമ്പോ മനസ്സിന് സമാധാനമാണ്. ഇത്ര ദൂരം നീ പാവപ്പെട്ട മുത്തഅല്ലിം വേദന വിളിച്ചപ്പോ സയ്യിദ് അവറുകൾ വിളിച്ചത് കൊണ്ട് ഏറ്റെടുത്തതാണ്. അല്ലാഹു സർവ്വ സയ്യിദന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്നാ ചോദിക്കട്ടെ മുസ്ലിമേ, സയ്യിദന്മാരെ കാണുമ്പോ മനസ്സിന് സമാധാനമാണെങ്കിൽ, അവരോട് ഒപ്പം ഇരിക്കുമ്പോ മനസ്സിന് റാഹത്താണെങ്കിൽ, അവരോട് സംസാരിക്കുമ്പോ സന്തോഷാണെങ്കിൽ, എല്ലാ സയ്യിദന്മാരുടെയും മുപ്പാപ്പയല്ലേ? എല്ലാ സയ്യിദന്മാരുടെയും മുപ്പാപ്പയല്ലേ? എല്ലാ സയ്യിദന്മാർക്കും എങ്ങനെയാണ് നേതാവാകേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത നേതാവല്ലേ അക്മലുൽ ഖൽഖായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലിരിക്കുമ്പോ സഹാബത്തിന് കിട്ടിയ സന്തോഷം പിന്നെ പറയേണ്ടതുണ്ടോ? സഹാബത്തിനുണ്ടായ മനസമാധാനം പറയേണ്ടതുണ്ടോ? സഹാബത്തിനുണ്ടായ മനസ്സിന്റെ കുളിർമ പറയേണ്ടതുണ്ടോ? എന്താ കാരണം? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയൊരിക്കലും ജീവിതത്തിൽ തെറ്റ് ചെയ്യാനുമില്ല. എല്ലാ നിലക്കും പരിപൂർണമായ റബ്ബിന്റെ സൃഷ്ടി അക്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇരുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചറിഞ്ഞു. ജീവിതത്തിന്റെ വാദേ വഴികളിലൂടെ, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, ഓരോ സാഹചര്യങ്ങളിലും, ഓരോ പ്രവർത്തനങ്ങളിലും ആരാണ് പ്രവാചകനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചറിഞ്ഞു. ഏതെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ചത് വായിച്ചിട്ടറിഞ്ഞതല്ല, ഖുർആൻ വായിച്ചിട്ടറിഞ്ഞതല്ല, അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടറിഞ്ഞതല്ല. അനുഭവത്തിലൂടെ അറിഞ്ഞ അറിവാണ്, സ്വന്തത്തിൽ അനുഭവിച്ചതാണ്, സ്വന്തത്തിൽ ജീവിതത്തിൽ അനുഭവിച്ച് സന്തോഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ വഫാത്തിന്റെ വിവരം കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലേണ്ടതിന് പകരം വഫാത്തിന്റെ വിവരം പറയുന്നവനോട് കൊടുത്ത മറുപടി എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും കേട്ടോ. ജീവിതത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രവാചകനാരാണെന്ന് അനുഭവത്തിലൂടെ അറിഞ്ഞപ്പോ വഫാത്തിന്റെ വിവരം കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. മനസ്സിന്റെ നില തന്നെ തെറ്റിപ്പോയി. കാരണം അനുഭവത്തിലൂടെ അറിഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള വേർപാടിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ കഴിയൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്ന് ഉറപ്പ് കിട്ടിയപ്പോ അവിടുത്തെ ഏറ്റവും പരിമളവും ഏറ്റവും സന്തോഷവും ഏറ്റവും ഭംഗിയുമുള്ള ആ ശറഫാക്കപ്പെട്ട മുഖമില്ലേ ചെറുപ്പക്കാരാ? 60 കഴിഞ്ഞ സിനിമാ നടനെ കണ്ടപ്പോ അവന്റെ മേക്കപ്പ് കണ്ടിട്ട് നീ പെട്ടുപോയില്ലേ? 70 കഴിഞ്ഞ സിനിമാ നടന്റെ ബഹുമാനം പറഞ്ഞില്ലേ? അവന്റെ മേക്കപ്പ് കണ്ടിട്ട് നീ അവന്റെ ബഹുമാനം പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മേക്കപ്പും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അവിടുത്തെ ഭംഗിക്കൊരു കുറവും 63 സഹാബത്തിന് പറയാനില്ല.
അവിടുത്തെ മുഖത്തുകൂടെ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടോന്ന് അവർക്ക് തോന്നുകയാണ്. ആ നിലക്ക് അവിടുത്തെ മുഖത്ത് പ്രകാശമാണ്, സന്തോഷമാണ്. ഓ ചെറുപ്പക്കാരാ, ആ സിനിമാ നടനെയാണോ നിനക്ക് കാണേണ്ടത്? അല്ല, ആ ഭംഗിയുള്ള മുഖമൊന്ന് കണ്ട് പരിചയപ്പെടേണ്ടതില്ല, ഒന്നറിയേണ്ടതില്ല. സഹാബത്ത് അനുഭവിച്ച ആ മുഖമില്ല. ഏത് മുഖാണ് എന്നറിയോ? പ്രിയപ്പെട്ട പത്നിയായ സയ്യിദത്തിന ബീവി ഈശ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് രാത്രി സമയത്ത് വീട്ടിലേക്ക് മദീനത്തെ പള്ളിയുടെ ഡോർ ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിന്റെ പടിവാതിക്കലിലേക്ക് രണ്ടാമത്തെ കാലെടുത്തി വെക്കുമ്പോ സഹാബത്തിന്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളമൊലിക്കുകയാണ്. അല്ലാ, നേരം വെളുക്കുന്നത് വരെ ഈ റഹ്മത്ത് എനിക്ക് കാണാൻ കഴിയുമോ അല്ലാ? രാത്രിയിൽ ഉറക്കമില്ലാതെ സഹാബത്ത് കാത്തിരുന്നില്ല ആ പരിമളമുള്ള മുഖമൊന്ന് കാണാൻ കഴിയാത്തതിന്റെ പേരിൽ പനി പിടിച്ചു കിടന്ന സഹാബത്തില്ല. ജീവിതത്തിൽ അതാ തെറ്റ് സംഭവിച്ചു പോയപ്പോ ആ പരിമളമുള്ള മുഖത്തേക്ക് തെറ്റ് ചെയ്ത കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ നോക്കുമെന്ന് ചിന്തിച്ചിട്ട് മലയോരങ്ങളിലേക്ക് ഓടിപ്പോയ സൗബാനിതങ്ങളെ പോലെയുള്ള സഹാബികളില്ല. ജീവിതത്തിലൊരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയതിന്റെ കാരണത്താൽ നോക്കിയ കണ്ണല്ലേ, ഈ കണ്ണുകൊണ്ടാ വെട്ടിത്തിളങ്ങുന്ന മുഖത്തേക്ക്, ഒരു തെറ്റും സംഭവിക്കാത്ത മുഖത്തേക്ക് ഞാനൊന്ന് നോക്കിയാൽ അത് ഞാൻ ചെയ്യുന്ന വലിയ പാതകമല്ലേ, വലിയ തെറ്റല്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിലേക്ക് മടങ്ങി വരാൻ മടിച്ചിട്ട്, ലജ്ജിച്ചിട്ട്, പേടിച്ചിട്ട് അർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ് അവർ. അവർക്ക് കൊതിമാറിയില്ല, ആശ തീർന്നില്ല, മനസ്സിൽ പൂതി തീർന്നില്ല. എന്നായി പാവപ്പെട്ട മുതഅല്ലിമി സദസ്സിനോട് ചോദിക്കുന്നു, നമുക്കും കാണണ്ടേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന്റെ മുഖം. ഇനിയൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കും മുസ്ലിമേ, അത് കാണാനുള്ള കണ്ണി പ്രസംഗിക്കുന്നവന്റെ കയ്യിലുണ്ടോ? കേൾക്കുന്ന നമ്മളെ കയ്യിലുണ്ടോ? അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാത്ത കണ്ണ് നമ്മളെ കയ്യിലുണ്ടോ? ഹറാമുകൾ ദർശിക്കാത്ത കണ്ണ് നമ്മളെ കയ്യിലുണ്ടോ? ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന മനസ്സ് നമ്മളെ കയ്യിലുണ്ടോ? ഹറാമുകൾ ചെയ്യാത്ത ഹൃദയം നമ്മളെ കയ്യിലുണ്ടോ? ഒന്നൊരുങ്ങേണ്ടതില്ലേ? ആ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴേക്ക് ആ നേതാവിനെ ഒന്ന് പ്രതീക്ഷിച്ചിട്ട് കാണാൻ. നിങ്ങൾ കണ്ടില്ലേ, കേരളക്കാരനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനത്തെ റൗളാ ശരീഫിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചില്ലേ, യാ അക്റമൽ ഖുറമാല അഖാബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനത്തെ റൗളാ ശരീഫിന്റെ മുന്നിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് സഹാബിയായിട്ടാണോ? അല്ല. റിഫായി ഷേഖായിട്ടാണോ? അല്ല. അതുപോലെയുള്ള വലിയ വലിയ മശായിഖന്മാരുടെ കാലത്ത് ജീവിച്ചിട്ടാണോ? അല്ല. നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നേതൃത്വം കൊടുത്ത മഹാനാ, അതെ അന്ന് അതേ ബ്രിട്ടീഷുകാരന് അതേ ടാക്സ് തരൂല എന്ന് സമരം ചെയ്ത നേതാവാ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, മദീനത്തെ റൗളാ ശരീഫിന്റെ മുന്നിൽ പോയി കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചിട്ട് എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ മദീനത്തെ റൗളാ ശരീഫിന്റെ പൂട്ടിവെച്ച വാതില് ഓട്ടോമാറ്റിക്കായി തുറന്നുപോയി. കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള്, അവിടുത്തെ സ്നേഹം മുറിഞ്ഞു പോയിട്ടില്ല. അവിടുന്ന് സദേ ഉമ്മത്തിനോടുള്ള സ്നേഹം മുറിച്ചിട്ടില്ല. ഖിയാമത്ത് നാളിൽ വരുന്ന സമൂഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് കരയാണ്. മഹാനായ സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ ഹബീബായ നബിയെ അങ്ങ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? എന്റെ മോള് ഫാത്തിമ എന്നാണോ, എന്റെ മകൻ ഇബ്രാഹിം എന്നാണോ, എന്റെ പ്രിയപ്പെട്ട സഹാബത്ത് എന്നാണോ? അല്ല, ഇവിടെ നിന്ന് കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു സമൂഹം ഖിയാമത്ത് നാളിൽ വരാനുണ്ടല്ലോ, അവർക്ക് തഖ്വയില്ല പോലും, ഈമാനില്ല പോലും, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കാൻ മുസ്ലിം നാമധാരികളിൽ തന്നെ ആളില്ലാത്തൊരു കാലം വരും സഹാബാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി 1400 കൊല്ലം കഴിഞ്ഞിട്ട് വരും നാരികളിൽ ഈമാനില്ലാത്തവൻ വന്നിട്ടവൻ സ്വർഗത്തിന്റെ അവകാശിയല്ലാതെ നരകത്തിന്റെ അവകാശിയാകുമെന്ന് ചിന്തിച്ചിട്ട് 1400 കൊല്ലം മുമ്പ് ജീവിച്ചിട്ട് എനിക്കും നിനക്കും കണ്ണുനീര് നിറച്ചൊരു നേതാവിന് ലോകത്ത് വേറെ കാണാനുണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ആ നേതാവിനെ ഒന്ന് ഇഷ്കുവെക്കണം, അവിടുത്തെ ഒന്ന് താല്പര്യപ്പെടണം, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ ബഹുമാനിച്ച് ആദരിച്ചൊന്ന് സ്വീകരിക്കണം. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അവിടുത്തെ യഥാർത്ഥ ആശിഖീകളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നിങ്ങളെ നിർത്തി ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, നിർത്തട്ടെ. പറഞ്ഞു വന്നത് പൂർത്തീകരിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അപ്പൊ അല്ലാഹു തആല പറയണ, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അതേ ഖുർആൻ തന്നെ പറയുന്നു, വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ആർക്കാണ് നമ്മൾ ദുആക്ക് ഇജാബത്ത് കൊടുക്കല്? വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവും ഉണ്ടായി ജീവിക്കുന്ന മുഅ്മിനീകൾ, അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കും, അവരുടെ ദുആക്ക് നമ്മൾ ഇജാബത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഈമാനുള്ള വിശ്വാസികളെ, ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. യസ്തജീബുല്ലദീന ആമനു, ഒന്നാമതായി നല്ല വിശ്വാസം, അടിയുറച്ച വിശ്വാസം. അല്ലാഹു ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹ് ആ നിലക്ക് അവസാനവും ഈമാൻ സലാമത്തായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ, ആ ഈമാൻ ആദ്യം അനിവാര്യമാണ്. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. രണ്ടാമതായി അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം വേണമെങ്കിൽ മനുഷ്യനുണ്ടാകേണ്ടത് വഅമിലുസ് സാലിഹാത്ത്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് വേണം. സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കാനുള്ള മനസ്സ് വേണം. ഞാനിപ്പോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആലോചിച്ചു നോക്ക്, നമ്മുടെ കാലം വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നന്മകളെ തള്ളിക്കളയുകയും തിന്മകളെ വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, പെണ്ണിനെ നോക്കുന്നത് തെറ്റല്ല, പെണ്ണിനെ കാണല് തെറ്റല്ല, പെണ്ണിനെ തൊടല് തെറ്റല്ല, കൂടെ ഇരിക്കല് തെറ്റല്ല, പേര് കോളേജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠനം അതെന്തോ ആകട്ടെ, അത്തരം പല പേരിലും ആണും പെണ്ണും ഒരേ സ്റ്റേജില് ഒരേ വീട്ടില്, ഏത് വീട്ടില് നല്ല തൊപ്പിയും അതുപോലെ നല്ല വെള്ളക്കുപ്പായവും കൃത്യമായി ജമാഅത്തിനും വരുന്ന ഉപ്പാപ്പാന്റെ മോളെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ ദിവസം മകളെ പുതിയ ആപ്പിളിന്റെ കൂടെ സ്റ്റേജിൽ കയറ്റിയിട്ട് സർവ്വ പുരുഷന്മാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. ഹറാമാണ് എന്ന് പറയുമ്പോ ഇന്നത്തെ കാലത്ത് അതൊക്കെ പറയാൻ പറ്റുമോ മുസ്ലിയാരെ?
അതൊക്കെ പണ്ട് കാലത്ത് പറയേണ്ടതാണ്. ഇതൊക്കെ ആധുനിക യുഗല്ലേ. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറയാൻ പറ്റുമോ? പഠിക്കാത്ത പെൺകുട്ടികള് പഠിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ പഠനത്തിന്റെ പേരിൽ അന്യ പെണ്ണും പുരുഷനും ഒന്ന്. ഒരു തെറ്റും പറയാനില്ല ആർക്കും. ആർക്കെങ്കിലും വിഷമുണ്ടോ, പ്രയാസമുണ്ടോ, വിഷമുണ്ടോ? എല്ലാവർക്കും പറയാനുള്ള സ്ത്രീ പുരുഷ സമത്വം അല്ലെ? അതിന് മുസ്ലിമും കാല് വെച്ച് കൊടുക്കുകയാണ്. തന്റെ സ്വന്തം പെൺകുട്ടികളെ അയച്ചു കൊടുക്കുകയാണ് എല്ലാ തോന്നിവാസത്തിനും. ആരും ദീന് പറയാനില്ല, ദീൻ അംഗീകരിക്കാനില്ല. അത് പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാകും. അവരെ ചെറുതായിക്കാനാണ് ഒരു വിഭാഗം, അവരെ കൊച്ചായിക്കാനാണ്. അവർ ചിന്തയില്ലാത്തവര്, വിവരമില്ലാത്തവര്. അവർ ചിന്തിച്ചില്ല 1400 വർഷം കഴിഞ്ഞിട്ട് മനുഷ്യൻ IT യുഗത്തിൽ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ദൗർബല്യങ്ങളൊന്നും എവിടെയും മനുഷ്യൻ നികത്തിയിട്ടില്ല. അത് മനുഷ്യന്റെ മരണം വരെ അത്തരം ദൗർബല്യങ്ങളെ നികത്താനും കഴിയില്ല. ഞാൻ ഉറച്ചു വിശ്വസിച്ച എല്ലാ നിരീശ്വരവാദികളെയും വെല്ലുവിളിക്കുന്നു. മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഉണ്ടെങ്കിൽ അവൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ. ഏത് നിരീശ്വരവാദി ഉണ്ട്? ഒരാൾക്കും കഴിയൂല. മരണത്തിന്റെ സമയത്തും അവന്റെ മനസ്സിലും തോന്നും ഇതുവരെ ചെയ്തതൊക്കെ മോശമായി പോയല്ലോ. മുസ്ലിമേ, വിരല് കടിക്കുന്നതിന് പകരം അത്തരം ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും കയറിയിട്ട് 4 ഡയലോഗ് അടിക്കുന്നത് കണ്ടിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിനെ പുച്ഛമായി കാണുകയും ഇസ്ലാമിന്റെ ആശയങ്ങളെ പച്ചയായി സോഷ്യൽ മീഡിയയിൽ കടിച്ചു കീറുകയും ചെയ്യുന്ന പെങ്ങന്മാരായി. ഓ പെങ്ങന്മാരെ, നമ്മളത് പതിച്ചു പോയാൽ മരണത്തിന്റെ സമയത്തുമ്പോ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരുത്തൻ ചൊല്ലിക്കഴിഞ്ഞാൽ വജബത്തുൽ ലഹുൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പറ്റുന്നതല്ലാത്ത പണിയെടുത്താൽ ഈമാനില്ലാതെ ചത്തുപോകാൻ കാരണമായി പോകും. അള്ളാഹു നമ്മളെയും മക്കളെയും പ്രിയപ്പെട്ട ഉമ്മവാപ്പമാരെയും ഭാര്യ മക്കൾ കുടുംബങ്ങൾ വഅലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മോമിനികൾ മോമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.